ഹായ് ഫ്രണ്ട്സ്, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിനി ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ള പാർട്ട് 2 ഡിസ്കസ് ചെയ്യാനുള്ളത് മെത്തഡോളജി ഓഫ് എക്കണോമെട്രിക്സിലെ മൂന്നാമത്തെ പോയിൻ്റാണ്, മൂന്നാമത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിൻ്റെ മുമ്പത്തെ പാർട്ട് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുമെങ്കിൽ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂസ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ തേർഡ് സ്റ്റെപ്പ് ഓഫ് മെത്തഡോളജി ഓഫ് എക്കണോമെട്രിക്സ് ഈസ് സ്പെസിഫിക്കേഷൻ ഓഫ് എക്കണോമെട്രിക് മോഡൽ ഓഫ് കൺസെപ്ഷൻ. നേരത്തെ നമ്മൾ മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് കൺസെപ്ഷൻ്റെ കേസ് പറഞ്ഞിരുന്നു. ഇതിൽ പറയുന്നത് എക്കണോമിക് മോഡൽ ഓഫ് കൺസെപ്ഷൻസിനെ സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ദ പ്യൂർലി മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് കൺസെപ്ഷൻ ഫംഗ്ഷൻ ആസ് ഇക്വേഷൻ 1.1 ഈസ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ടു എക്കണോമെട്രീഷ്യൻ ബിക്കോസ് ഇറ്റ് അസ്യൂംസ് ദാറ്റ് ദർ ഈസ് ആൻ എക്സാക്ട് ഓർ deterministic relationship between consumption and income. y equal to beta 1 plus beta 2 into x എന്ന് പറയുന്ന ആ ഇക്വേഷന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എക്കണോമെട്രീഷ്യൻസിനൊക്കെ എന്ത് ചെയ്യാൻ കഴിയില്ല, അതിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കൺസെപ്ഷനും ഇൻകമും തമ്മിൽ എന്തായിരുന്നു, ഒരു എക്സാക്റ്റ് റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ടായിരുന്നു. അതിൽ അങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത് ആ ഇക്വേഷനിൽ. അപ്പോൾ ബട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്കണോമിക് വേരിയബിൾ ആർ ജനറലി ഇൻഎക്സാക്റ്റ്. റിയലി എക്കണോമിക് വേരിയബിൾസും കൺസെപ്ഷനും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എക്സാക്റ്റ് റിലേഷൻഷിപ്പ് അല്ല, ഇൻഎക്സാക്റ്റ് ആണ്. ദസ് ഇഫ് we obtain the data on consumption and income, we could not expect all the observations to lie on the straight line. അപ്പോൾ നമുക്ക് കൺസെപ്ഷൻ ആൻഡ് ഇൻകം എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റ തന്നു കഴിഞ്ഞാൽ ഓൾ ഒബ്സർവേഷനും സ്ട്രൈറ്റ് ലൈനിൽ അല്ല, അങ്ങനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഇൻ അഡീഷൻ ടു ഇൻകം അതർ വേരിയബിൾ അഫക്റ്റ് കൺസെപ്ഷൻ എക്സ്പെൻഡിച്ചർ. അതായത് കൺസെപ്ഷനെ ഇൻകം അല്ലാതെ വേറെയും ഒരുപാട് ഫാക്ടറുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. ഒരുപാട് അതർ വേരിയബിൾസും അഫക്റ്റ് ചെയ്യുന്നുണ്ട് റിയലി, അല്ലേ? അതുകൊണ്ടാണ് അവർ ഇൻഎക്സാക്റ്റ് ആണ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സൈസ് ഓഫ് ദ ഫാമിലി, ഏജസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി റിലീജിയൻ ആർ ലൈക്ലി ടു എക്സേർട്ട് സം ഇൻഫ്ലുവൻസ് ഓഫ് ദ കൺസെപ്ഷൻസ്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഫാമിലിയുടെ കേസിലാണെങ്കിൽ ഫാമിലിയുടെ സൈസ്, അതുപോലെ ഏജ് ഓഫ് ദ മെമ്പേഴ്സ്, ഫാമിലിയിലുള്ള ആൾക്കാരുടെ വയസ്സ്, അതുപോലെ മതം, അതൊക്കെ അനുസരിച്ചിട്ട് അവരുടെ കൺസംഷനിൽ ഓരോ കാര്യത്തിലായിക്കോട്ടെ ഇൻകം എങ്ങനെ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള തരത്തിലാണ് ടു അലോ ഫോർ ദ ഇൻഎക്സാക്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമിക് വേരിയബിൾസ് ദ എക്കണോമെട്രീഷ്യൻ വുഡ് മോഡിഫൈ ദ ഡിറ്റർമിനിസ്റ്റിക് കൺസെപ്ഷൻ ഫംഗ്ഷൻ ആസ് ഫോളോസ്. y equal to beta 1 plus beta 2 into x plus u. യു എന്ന് പറയുന്ന ഒരു ടേം അവിടെ ആഡ് ചെയ്തു എക്കണോമെട്രീഷ്യൻസ്. വേർ യു എന്ന് പറയുന്നത് എന്താണ്, നോൺ ആസ് ഡിസ്റ്റർബൻസ് ഓർ എറർ ടേം ഈസ് എ റാൻഡം ഓർ സ്റ്റൊക്കാസ്റ്റിക് വേരിയബിൾ. അതായത് യു എന്ന് പറയുന്നതിന് എറർ ടേം എന്നോ ഡിസ്റ്റർബൻസ് ടേം എന്നോ വിളിക്കാം. അത് റാൻഡം ഓർ സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ ആണ്, റാൻഡം വേരിയബിൾ ആവാം എന്നാണ് പറയുന്നത്. ദ ഡിസ്റ്റർബൻസ് ടേം യു റെപ്രസെൻറ്റ്സ് ഓൾ ദോസ് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് കൺസെപ്ഷൻസ് ബട്ട് ആർ നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് എക്സ്പ്ലിസിറ്റി. ഇപ്പോൾ യുവിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺസെപ്ഷനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സിനെയുമാണ്. ഓക്കെ, ദിസ് ഇക്വേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ എക്കണോമെട്രിക് മോഡൽ. ഓക്കെ, ഒരു എക്കണോമെട്രിക് മോഡലിന് ഒരു എക്സാമ്പിളാണ് ഈ y equal to beta 1 plus beta 2 into x plus u. u is an variable, okay, random variable. ഇതെന്ന് പറയുന്നത് more technically it is an example of linear regression model. ഇതൊരു റിഗ്രഷൻ മോഡലിന് എക്സാമ്പിൾ കൂടിയാണ്. The econometric consumption function hypothesis that the dependent variable y is linearly related to explanatory variable x income, but the relationship between the two is not exact. It is subject to individual variation. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കേസിൽ അവർ ലീനിയർലി റിലേറ്റഡ് ആണ്, അതുപോലെ തന്നെ ഇൻകമും അതുപോലെ കൺസെപ്ഷനും ലീനിയർലി റിലേറ്റഡ് തന്നെയാണ് ഇക്വേഷനിൽ.
എന്നാൽ എന്തല്ല, എക്സാക്റ്റ് റിലേഷൻഷിപ്പ് അല്ല. ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു ഇൻഡിവിജ്വൽ വേരിയേഷൻ. അവർക്ക് ഇൻഡിവിജ്വലായിട്ട് വേരിയേഷൻസ് വരാം. ദ എക്കണോമെട്രിക് മോഡൽ ഓഫ് കൺസപ്ഷൻ ഫങ്ഷൻ ആണ്. അതിൻ്റെ ഗ്രാഫ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഗ്രാഫ്. അപ്പോൾ എക്സ് ആക്സിസിൽ ഇൻകമും വൈ ആക്സിസിൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറും എടുത്തിട്ടുണ്ട്. ഇതിൽ യു എന്ന് പറയുന്ന ഫങ്ഷനെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എക്കണോമെട്രിക് മോഡൽ ഓഫ് കൺസപ്ഷൻ്റെ ഫങ്ഷന് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഒബ്റ്റൈനിങ് ഡാറ്റ. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നതൊക്കെ വളരെ ചെറുതായിട്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ വരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. അങ്ങനെ വായിക്കാൻ കഴിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം. To estimate the econometric model given in the equation 1.2, that is to obtain the numerical values of beta 1, beta 2, we need data. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് ബീറ്റ 1, ബീറ്റ 2 ഇവയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡാറ്റാസ് വേണം അല്ലേ. 3 types of data may be available for empirical analysis. അപ്പോൾ 3 തരം ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാം, എംപിരിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ട് 3 ടൈപ്പ് ഡാറ്റാസ് അവൈലബിൾ ആണ്. ദർ ആർ ടൈം സീരീസ്, ക്രോസ് സെക്ഷണൽ ആൻഡ് പൂൾഡ് ഡാറ്റ. ഏതൊക്കെയാണ് 3 തരം ഡാറ്റാസ് അവൈലബിൾ ഫോർ എംപിരിക്കൽ അനാലിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈം സീരീസ്, ക്രോസ് സെക്ഷണൽ ആൻഡ് പൂൾഡ് ഡാറ്റ. ഇനി ഓരോന്നിനെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് എ ടൈം സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ടൈം സീരീസ് സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ഓൺ ദ വാല്യൂ ദാറ്റ് എ വേരിയബിൾ ടേക്കൺ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. ഒരു വേരിയബിൾ ഡിഫറെൻറ്റ് ടൈംസിൽ എടുത്തിട്ടുള്ള വാല്യൂസുകളുടെ സെറ്റ് ഓഫ് ഓൾ ഒബ്സർവേഷൻസിനെയാണ് ടൈം സീരീസ് എന്ന് പറയുന്നത്. ടൈം സീരീസ് നമ്മൾ ഒരുപാട് കഴിഞ്ഞ സെമ്മുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത ടോപ്പിക് തന്നെയാണ് ടൈം സീരീസ്. അതായത് ടൈം സീരീസ് ഡാറ്റ ഗിവ് ഇൻഫർമേഷൻ അബൌട്ട് ദ ന്യൂമറിക്കൽ വാല്യൂസ് ഓഫ് വേരിയബിൾസ് ഫ്രം പീരീഡ് ടു പീരീഡ്. അങ്ങനെ ഒരു പീരീഡ് അനുസരിച്ചിട്ട് ഓരോ ഡേ ബൈ ഡേ നമുക്ക് എന്ത് ചെയ്യുകയാണ്, ടൈം സീരീസ് നമുക്കതിനെ പറ്റിയിട്ടുള്ള ഡാറ്റ ഇൻഫർമേഷൻസ് തരുന്നുണ്ട്. സച്ച് ഡാറ്റ മേ ബി കളക്റ്റഡ് അറ്റ് റെഗുലർ ടൈം ഇൻ്റർവെൽസ് സച്ച് ആസ് ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി, മന്ത്ലി, ക്വാർട്ടർലി, ആനുവലി, ഡെക്കൻലിയലി. അങ്ങനെ നമുക്കൊരു കൃത്യമായ ടൈം ഇൻ്റർവെല്ലിൽ നമുക്ക് എന്ത് ചെയ്യാം, റെഗുലറായിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടാണ് ടൈം സീരീസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ദ ഡാറ്റാസ് ദാറ്റ് കളക്റ്റഡ് മേ ബി ക്വാണ്ടിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ് ആവാം, ക്വാളിറ്റേറ്റീവ് ആവാം. ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഡാറ്റാസ് ആവാം, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിട്ടും ആവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ടൈം സീരീസ് വരാം. ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ഓൾസോ കാൾഡ് ഡമ്മി വേരിയബിൾസ് ഓർ കാറ്റഗറിക്കൽ വേരിയബിൾസ്. ക്വാളിറ്റേറ്റീവ്സ് വേരിയബിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ഡമ്മി എന്നും അല്ലെങ്കിൽ കാറ്റഗറിക്കൽ വേരിയബിൾസ് എന്നും വിളിക്കാം. Can be every bit as important as quantitative variables. Thus, data on one or more variables collected over a period of time is called time series data. ഓക്കെ, അപ്പോൾ ടൈം സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് ടൈംസിലുള്ള ഡാറ്റാസുകളുടെ ഒബ്സർവേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ടൈം സീരീസ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് പീരിയഡ് ഓഫ് ടൈമിൽ കളക്റ്റഡ് ഓവർ പീരിയഡ് ഓഫ് ടൈമിൽ ഉണ്ടായിട്ടുള്ള 1 or more വേരിയബിൾസിൻ്റെ ഡാറ്റാസിനെയാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് 1 or more വേരിയബിൾസ് സെവറൽ ടൈംസ് വിൽ കണ്ടെയ്ൻ ഇൻ സിംഗിൾ എക്കണോമെട്രിക് എൻറ്റിറ്റി ഗിവൺ സച്ച് ദാറ്റ് സെറ്റ് ഈസ് കാൾഡ് ടൈം സീരീസ് എന്ന് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അടുത്ത ഡാറ്റ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഡാറ്റ. ഇപ്പോൾ ടൈം സീരീസ് ഡാറ്റയെ പറ്റി നമ്മൾ പറഞ്ഞു. ക്രോസ് സെക്ഷണൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഡാറ്റ ഓൺ 1 or more വേരിയബിൾ കളക്റ്റഡ് അറ്റ് സെയിം പോയിൻ്റ് ഓഫ് ടൈം. ഒരേ ടൈമിൽ ഒരു ഡാറ്റയോ അല്ലെങ്കിൽ വിവിധ തരം ഡാറ്റാസുകളെ ഒരേ സമയത്ത് അവയുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് ക്രോസ് സെക്ഷണൽ ഡാറ്റ എന്ന് പറയുന്നത്. സെയിം പോയിൻ്റ് ഓഫ് ടൈമിൽ ദീസ് ഡാറ്റ ഗിവ് ഇൻഫർമേഷൻ ഓൺ ദ വേരിയബിൾസ് കൺസേൺ ഇൻഡിവിജ്വൽ ഏജൻസ് അറ്റ് എ ഗിവൺ പോയിൻ്റ് ഓഫ് ടൈം. അതുപോലെ വിവിധ തരം ഇൻഡിവിജ്വൽ ഏജൻസിനെ പറ്റിയിട്ട് ഒരു ഗിവൺ ടൈമിൽ അവരുടെ ഇൻഫർമേഷന് ആണ് ഈ ക്രോസ് സെക്ഷൻ ഡാറ്റയിൽ ഉൾപ്പെടുന്നത്. പൂൾഡ് ഡാറ്റയാണ് അടുത്തത്. അപ്പോൾ നമ്മൾ ടൈം സീരീസ് ഡാറ്റ പറഞ്ഞു, ക്രോസ് സെക്ഷണൽ പറഞ്ഞു, അത് പൂൾഡ് ഡാറ്റ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടൈം സീരീസ് ആൻഡ് ക്രോസ് സെക്ഷണൽ. ടൈം സീരീസിൻ്റെയും ക്രോസ് സെക്ഷണൽ ഡാറ്റയുടെയും കോമ്പിനേഷനെയാണ് പൂൾഡ് ഡാറ്റ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്
ഇൻ ദ പൂൾഡ് ഡാറ്റ ആർ എലമെൻറ്റ്സ് ഓഫ് ബോത്ത് ടൈം സീരീസ് ആൻഡ് ക്രോസ് സെക്ഷണൽ ഡാറ്റ. ഇവയിൽ ടൈം സീരീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഡാറ്റാസും അതുപോലെ ക്രോസ് സെക്ഷണൽ ഡാറ്റാസിലുള്ള എലമെൻറ്റ്സുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ 3 തരം ഡാറ്റാസിനെ കുറിച്ചാണ് ഒബ്റ്റൈനിങ് ഡാറ്റ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നമുക്ക് പഠിക്കാനുള്ളത്. ടൈം സീരീസ് ഡാറ്റ, ക്രോസ് സെക്ഷണൽ ഡാറ്റ, പൂൾഡ് ഡാറ്റ. അടുത്ത പോയിൻ്റ് 5th സ്റ്റെപ്പ് ഈസ് എസ്റ്റിമേഷൻ ഓഫ് എക്കണോമെട്രിക് മോഡൽ. അപ്പോൾ നമുക്ക് ഡാറ്റാസൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എക്കണോമെട്രിക് മോഡൽ നമ്മൾ എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റ് ചെയ്യണം. ആഫ്റ്റർ ദ മോഡൽ ഹാസ് ബീൻ സ്പെസിഫൈഡ് ആൻഡ് ഡാറ്റ ഹാസ് ബീൻ കളക്റ്റഡ് ദ എക്കണോമെട്രീഷ്യൻ മസ്റ്റ് പ്രൊസീഡ് വിത്ത് ഇറ്റ് ഈസ് എസ്റ്റിമേഷൻ. അപ്പോൾ ഈ ഡാറ്റാസും ഇതൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും അതിനെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യണം. ഇൻ അതർ വേർഡ്സ് ഹി മസ്റ്റ് ഒബ്റ്റെയിൻ ദ ന്യൂമറിക്കൽ എസ്റ്റിമേറ്റ്സ് ഓഫ് the coefficients of model. In our case, the task is to estimate the parameters of consumption function. നമ്മൾ കൺസപ്ഷൻ ഫംഗ്ഷൻ്റെ കേസിൽ β1, β2 എന്ന് പറയുന്ന ആ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസാണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ളത്. The numerical estimates of the parameters gives the empirical content to the consumption function. അപ്പോൾ ഇവരുടെ ന്യൂമറിക്കൽ വാല്യൂസ് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് എംപിരിക്കൽ കണ്ടൻറ്റ് ഫംഗ്ഷനിലുള്ള ആ റിലേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഓഫ് റിഗ്രഷൻ അനാലിസിസ് ഈസ് മെയിൻ ടൂൾ യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ദ എസ്റ്റിമേറ്റ്സ്. അപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ മെയിൻ ടൂളായിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഓഫ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഒരു അനാലിസിസ് ആണ് ഉപയോഗിക്കാറുള്ളത്. ദ ചോയ്സ് ഓഫ് അപ്രോപ്രിയേറ്റ് എക്കണോമെട്രിക് ടെക്നിക് ഫോർ എസ്റ്റിമേഷൻ ഓഫ് ഫംഗ്ഷൻ ആൻഡ് ക്രിട്ടിക്കൽ എസ്റ്റിമേഷൻ ഓഫ് the assumptions of chosen technique is crucial step. അപ്പോൾ ആവശ്യമായിട്ടുള്ള ഒരു കൃത്യമായ എക്കണോമെട്രിക് ടെക്നിക് കണ്ടുപിടിക്കലും അതുപോലെ ഫംഗ്ഷനെ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മുടെ എക്കണോമെട്രിക്സിൽ ക്രൂഷ്യലായിട്ടുള്ള സ്റ്റെപ്പാണെന്നാണ് പറയുന്നത്, എസ്റ്റിമേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ്. അപ്പോൾ ഇതിലുള്ള റിഗ്രഷൻ അനാലിസിസ് തുടർന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണണം. പ്ലേലിസ്റ്റ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുകയും കൂടി ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ.